الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله هيا على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. इन आयात का तर्जुमा ये है कि ऐ वो लोगो जो ईमान लाए हो अल्लाह का तक़वा इख्तियार करो. ഈ വചനങ്ങളുടെ അർത്ഥം ഇപ്രകാരമാകുന്നു: വിശ്വസിച്ചവരെ, तुम्हारे लिए तुम्हारे അള്ളാഹുവിനെ ഭയപ്പെടുക, और तुम्हारे गुनाह ചൊവ്വായ വാക്ക് പറയുക. और जो भी अल्लाह और उसके रसूल की इताअत करे അങ്ങനെ ചെയ്യുന്നതായാൽ यकीनन അവൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ആരാണോ അനുസരിക്കുന്നത് അവർ തീർച്ചയായും മഹത്തായ വിജയം പ്രാപിക്കുന്നതാണ്. खुदा ताला ने तक़वा इख्तियार करने की तरफ तवज्जो दिलाते हुए फरमाया ഈ वചനങ്ങളിൽ कि कौले सदीद इख्तियार करो, അള്ളാഹു बात करो. ദൈവഭയം കരസ്ഥമാക്കുന്നതിലേക്ക് सलाम ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു: इस बारे में ചൊവ്വായ വാക്ക് പറയുക, നേരായതും സുതാര്യവുമായ വാക്കുകൾ പറയുക. कि वो बात ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തൽസംബന്ധമായി പറയുന്നു: और തികച്ചും സത്യവും ബുദ്ധിപരവുമായ കാര്യങ്ങൾ പറയുക എന്നതാണ് ചൊവ്വായ വാക്ക് എന്നതുകൊണ്ടുള്ള താൽപര്യം. फिर एक जगह आपने फरमाया വ്യർത്ഥവും അനാവശ്യവും कि ऐ वो കള്ളവും लोगो അല്പം പോലും ഇതിൽ ഉണ്ടായിരിക്കരുത്. खुदा से डरो, മറ്റൊരിടത്ത് പറയുന്നു: बातें किया करो जो सच्ची और रास्त और हक और हिकमत വിശ്വാസികളെ, അള്ളാഹുവിനെ ഭയക്കുക, സത്യവും फरमाते हैं യഥാർത്ഥവും कि लग बात സന്ദർഭോചിതവുമായ വാക്കുകൾ പറയുക. और मौका की बात किया करो. പിന്നീട് പറയുന്നു: इरशादात നിരർത്ഥകങ്ങളായ സംസാരങ്ങൾ പാടില്ല, अलैहिस्सलाम ने സന്ദർഭോചിത വാക്കുകൾ പറയുക. ये वाज़ेह होता है ഹദ്രത്ത് മസീഹി മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ എല്ലാ നിർദ്ദേശങ്ങളിൽ നിന്നും സ്പഷ്ടമാകുന്നത് उस वक्त मुमकिन है അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസൃതമായ जब ഭയഭക്തിയുടെ അടിസ്ഥാനം കരസ്ഥമാകുന്നതിനായി मुश्किल में भी और आसानी में भी फैसला करते हुए भी എല്ലാ അവസ്ഥകളിലും, പ്രയാസങ്ങളിലും എളുപ്പങ്ങളിലും, फैसला करते हुए തീരുമാനം കൽപ്പിക്കുന്നതിലും, അതായത് ആരിലെങ്കിലും തീരുമാനം കൽപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനം കൽപ്പിക്കുന്നതിലും സാക്ഷി പറയുന്നതിലും और रिश्तेदारों और दोस्तों के साथ വീട്ടിലും കുട്ടികളോടുമുള്ള സംസാരത്തിലും മറ്റ് കാര്യങ്ങളിലും कारोबार में ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമുള്ള പെരുമാറ്റങ്ങളിലും खरीदते हुए भी और बेचते हुए भी കച്ചവടങ്ങളിൽ मुलाज എന്തെങ്കിലും വാങ്ങുന്നതിലും വിൽക്കുന്നതിലും वहां काम करते हुए ജോലി സ്ഥലങ്ങളിലും हमेशा कायम रखो और എവിടെയെങ്കിലും ജോലിയാണെങ്കിൽ അവിടെ ജോലി ചെയ്യുമ്പോഴും उसके എപ്പോഴും സത്യത്തിൽ നിലകൊള്ളുക. सच्चाई को कायम रखो. കീഴിൽ ജോലിക്കാരുള്ളവർ रोजमर्रा के हर काम में അവരോടുള്ള പെരുമാറ്റത്തിലും സത്യത്തെ മുറുകെ പിടിക്കുക. अल्लाह ताला फरमाता है ചുരുക്കത്തിൽ कि तुम्हारे मुंह पर നിത്യജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും उसमें നിങ്ങൾ किसी किस्म का സത്യം മാത്രമേ പറയാവൂ. അതിൽ ഒരു തരത്തിലുള്ള അവ്യക്തത ഉണ്ടാകരുതെന്ന് അള്ളാഹു പറയുന്നു. मर्जी का मतलब निकाल सके. ऐसी सच्चाई हो അതായത് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാകപ്പെടുത്താവുന്ന അവ്യക്തത तो बर्दाश्त कर लो, ഉണ്ടാകരുത്. लेकिन अपनी रात സത്യത്തിൽ നിലകൊള്ളുന്നതിലൂടെ सच्चाई पर സ്വന്തം നഷ്ടമുണ്ടാകുമെങ്കിലും സത്യത്തിൽ അടിയുറച്ചു നിൽക്കേണ്ടതാണ്, അത് സഹിക്കേണ്ടതാണ്. के रोजमर्रा के मामलात में अगर എന്നാൽ സത്യസന്ധതയിൽ നേരായ വാക്ക് പറയുന്നതിൽ യാതൊരു കളങ്കവും ഉണ്ടാകരുത്. നിത്യജീവിതത്തിൽ അല്പസ്വല്പം കളവ് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നും സംഭവിക്കുന്നതല്ല എന്നതാണ് ചിലരുടെ ധാരണ. और हो सकता है എന്നാൽ അള്ളാഹു പറയുന്നു, ये तकवा का കുഴപ്പമുണ്ട്. मानते हुए നിങ്ങളുടെ ഭയഭക്തിയുടെ നിലവാരം താഴുന്നു. और झूठ के करीब तर तुम ഭയഭക്തിയുടെ നിലവാരം കുറഞ്ഞു കുറഞ്ഞ് से അവസാനം इंसान
കളവിന്റെയും വക്രതയുടെയും അടുത്തേക്ക് നിങ്ങൾ എത്തിച്ചേർന്നേക്കാം. അല്ലെങ്കിൽ खुदा ताला से दूर हो जाए। മനുഷ്യൻ സത്യത്തിൽ നിന്ന് അകന്നു പോവുകയും अल्लाह ताला കളവിൽ അകപ്പെട്ടു പോവുകയും ചെയ്തേക്കാം. सच्चाई പിന്നീട് അള്ളാഹുവിൽ നിന്ന് ദൂരപ്പെടുന്നു. അല്ലെങ്കിൽ कर दिया जाए। സത്യത്തിൽ നിലകൊള്ളുന്നവനല്ല എന്ന കാരണത്താൽ ताला फरमाता അള്ളാഹുവിൽ നിന്ന് അകറ്റപ്പെട്ടേക്കാം. तो तकवा से काम लेते हुए हमेशा कौल सदीद पर कायम रहो। फरमाया कि कौल सदीद का ये भी मयार है। അതിനാൽ അള്ളാഹു പറയുന്നു, വിശ്വാസികളാണെങ്കിൽ തഖ്വയെ മുറുകെ പിടിച്ചുകൊണ്ട് എപ്പോഴും ചൊവ്വായ വാക്കുകൾ പറയുക. പറയുന്ന വാക്കുകൾ വിവേകപരമായിരിക്കണം എന്ന തത്വം, വിവേകപരമായിരിക്കണം എന്നതും ചൊവ്വായ വാക്കിന്റെ നിലവാരമാകുന്നു. लेकिन എന്തുതന്നെയായാലും സത്യം വിളിച്ചു പറയണം എന്നതല്ല. वो माकूलियत का दर्जा नहीं रखता। ചില സമയത്ത് ചില കാര്യങ്ങൾ സത്യമായിരിക്കും, എന്നാൽ എല്ലായിടത്തും അത് പരാമർശിക്കേണ്ടതില്ല. दूसरों को അത് വിവേകപരമായിരിക്കില്ല. रिश्तों में दरारें पड़ती हैं। കലഹങ്ങൾക്കും വഴക്കുകൾക്കും കാരണമായി തീരാം. ताल्लुकात में ഒരാളുടെ രഹസ്യം മറ്റൊരാളോട് പറയുമ്പോൾ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു, ये भी है कि एक बात ബന്ധത്തിൽ एक मौका മുഷിച്ചിലുണ്ടാകുന്നു. एक जगह पर माकूल नहीं, എന്നാൽ लेकिन दूसरे ഒരിടത്ത് पर അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ पूरी हो जाती है। വിവേകപരമല്ലാത്ത मसला ഒരു കാര്യം खलीफा वक्त മറ്റൊരിടത്ത് लाई जाती है അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ जो इस्लाह के लिए हैं। ചെയ്യേണ്ടത് അനിവാര്യമായും വരുന്നു. अगर ഉദാഹരണമായി तो गो കാലത്തിന്റെ ഖലീഫയുടെ പക്കൽ പല കാര്യങ്ങളും എത്തിക്കുന്നു. यहाँ आकर वो അത് സമുദ്ധാരണത്തിനായിട്ടാണ്. का दर्जा इख्तियार कर लेती है। बस एक അങ്ങനെയെങ്കിൽ അത് എല്ലായിടത്തും एक जगह പറയാവുന്ന കാര്യമായിരിക്കില്ല. എന്നാൽ ഇവിടെ എത്തുമ്പോൾ അത് വിവേകപരമായി തീരുന്നു. അങ്ങനെ ഒരേ കാര്യം फिर माकूलियत की मजीद ഒരിടത്ത് फरमाती കലഹത്തിന് കാരണമാവുകയും इसी किस्म की മറ്റൊരിടത്ത് लव സമുദ്ധാരണത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു. कौल सदीद के नाम पर न हो। പിന്നീട് വിവേകപരമായ വാക്കുകളെ കൂടുതൽ വിശദമാക്കുന്നുണ്ട്. जोम में ചൊവ്വായ വാക്കുകളിൽ യാതൊരു തരത്തിലുള്ള വ്യർത്ഥവും അനാവശ്യവുമായ വാക്കുകൾ ഉണ്ടായിരിക്കരുത്. अपनी तरफ से ചിലർ പറയുന്നത് ശരിയായിരിക്കാം, के नाम पर സമുദ്ധാരണത്തിനായിട്ടാണെന്ന സങ്കല്പത്തിൽ കാര്യങ്ങൾ എത്തിക്കുന്നു. ये फिर എന്നാൽ അതിൽ വിശദീകരണം എന്ന നിലക്ക് സ്വന്തം വിവരണങ്ങളും കൂട്ടിച്ചേർക്കുന്നു. कौल सदीद का खून हो रहा होता है। അപ്പോൾ അത് एक सही बात ചൊവ്വായ വാക്കുകൾ ആവുകയില്ല, മറിച്ച് ചില സന്ദർഭങ്ങളിൽ इस्लाह ചൊവ്വായ കാര്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കും. अगर मेरे सामने भी आ रही हो സമുദ്ധാരണം നടത്തുന്നവർക്ക് മുന്നിൽ ഒരു സത്യമായ കാര്യത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു വാക്ക് इस्लाह का യഥാർത്ഥത്തിൽ നിന്ന് തന്നെ അകറ്റിക്കളയുന്നതായിരിക്കും. എന്റെ മുന്നിലും പലപ്പോഴും ഇങ്ങനെയുള്ള വസ്തുതകൾ വരാറുണ്ട്. गलत तरीका अपनाया जाता തൽഫലമായി സമുദ്ധാരണത്തിനായി है। इसके नतीजा യഥാർത്ഥ മാർഗം അവലംബിക്കുന്നതിനു പകരം തെറ്റായ മാർഗം बाज दफा അവലംബിക്കുന്നു. इस्लाह नरमी അത് से समझाने സമുദ്ധാരണത്തിന് പകരം കോട്ടം വരുത്തിവെക്കുന്നതായി മാറുകയും ചെയ്യും. मामूली सर्जनिश ഉദാഹരണമായി ചില സന്ദർഭങ്ങളിൽ गलत लफ्ज फैसला സമുദ്ധാരണം സൗമ്യമായി മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ നിസ്സാര ശകാരത്തിലൂടെയോ ഉണ്ടാകാം. എന്നാൽ ഒരു തെറ്റായ വാക്ക് തീരുമാനം കൽപ്പിക്കുന്നവരെ കഠിനമായ തീരുമാനത്തിലേക്ക് നയിക്കുന്നു. സമുദ്ധാരണത്തിന് പകരം നഷ്ടമായിരിക്കും അതിന്റെ ഫലം. അതുകൊണ്ടാണ് സത്യത്തോടൊപ്പം തന്നെ സന്ദർഭോചിത വാക്കുകൾ ഉണ്ടായിരിക്കണമെന്ന് के मौत പറഞ്ഞിട്ടുള്ളത്. इस्लाह और अमन का क़याम വാക്കുകൾ സന്ദർഭോചിതമാകുമ്പോഴാണ് ചൊവ്വായ വാക്കുകളാവുക. ना कि फसाद സമൂഹത്തിന്റെ പരിഷ്കരണവും ശാന്തി സ്ഥാപനവും ഏതവസ്ഥയിലും നിലനിൽക്കണം എന്നതാണ് ഹിക്മത്ത്. ഇതായിരിക്കണം ലക്ഷ്യം. मौका और माहौल की കലഹം ലക്ഷ്യമായിരിക്കരുത്. ഈ ഹിക്മത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് हिकमत के बगैर മുൻപ് പരാമർശിച്ചതുപോലെ और मौका और माहौल को സാഹചര്യവും സന്ദർഭവും അനുസരിച്ചുള്ള വാക്കുകളായിരിക്കണം. नहीं है। അതായത് സത്യമായ എല്ലാ കാര്യങ്ങളും ഹിക്മത്തില്ലാതെയും സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചല്ലാതെയുമാണെങ്കിൽ അത് ചൊവ്വായ വാക്ക് ആയിരിക്കില്ല. खुशनुदी അത് करने के വ്യർത്ഥവും അനാവശ്യവുമായി ഗണിക്കപ്പെടും. बना सकती है एक इंसान को।
ഇത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് പകരം इनको അതൃപ്തി पर चलते हुए കരസ്ഥമാക്കുന്നതിന് बारीकियों पर नजर रखने की जरूरत കാരണമാകാം. तकवा की बारीकी അതിനാൽ रखने की जरूरत है. ഒരു വിശ്വാസിക്ക് अगर बारीकी से ഭയഭക്തി കൈവരിച്ചുകൊണ്ട് इस बात पर नजर होगी ചൊവ്വായ വാക്കുകളുടെ സൂക്ഷ്മവശങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. हज़रत मसीह मौद ഭയഭക്തിയുടെ സൂക്ഷ്മതകളിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. को तकाए के तकवा സൂക്ഷ്മവശങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിൽ അള്ളാഹുവിന്റെ സ്നേഹദൃഷ്ടി പതിയുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, अगर छोटी छोटी बातों की परवाह न करे മനുഷ്യൻ ഭയഭക്തിയുടെ സൂക്ഷ്മവശങ്ങളെ പരിഗണിക്കേണ്ടതാണ്. कबायर का मुन അതായത് ഭയഭക്തിയുടെ അതിസൂക്ഷ്മവശങ്ങളെ മുന്നിൽ വെക്കേണ്ടതാണ്. ഇതിലാണ് സമാധാനം. അഥവാ നിസ്സാര കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ പിന്നീട് ഒരിക്കൽ അതേ ऐसा इंसान നിസ്സാര കാര്യങ്ങൾ വലിയ തിന്മകൾ ചെയ്യുന്നവരാക്കി മാറ്റുന്നതാണ്. के आला मदा പ്രകൃതത്തിൽ അശ്രദ്ധയും അലസതയും ഉടലെടുത്തുകൊണ്ട് അത്തരം മനുഷ്യർ നാശമടയുന്നതാണ്. जरूरी है. പറയുന്നു, തഖ്വയുടെ ഉന്നത നിലവാരം കരസ്ഥമാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പരമലക്ഷ്യമാക്കി മാറ്റുക. तकवा के बगैर അതിനായി തഖ്വയുടെ അതിസൂക്ഷ്മ മാർഗങ്ങൾ അനിവാര്യമാകുന്നു. गोया जहर का प्याला पीना है. മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നു, യഥാർത്ഥ സുഭിക്ഷതയും तकवा पे कायम സമാധാനവും തഖ്വയില്ലാതെ കരസ്ഥമാകുന്നതല്ല. തഖ്വയിൽ നിലകൊള്ളുക എന്നത് വിഷം കുടിക്കുന്നതിന് തുല്യമാണ്. तकी के लिए खुदा ताला सारी राहतों के समान പ്രയാസമേറിയ കാര്യമാണ്. के लिए खुदा തഖ്വയിൽ നിലനിന്നുകൊണ്ട് തന്നെ ചില സത്യമായ വാക്കുകൾ പറയുന്നത് മനുഷ്യനെ പ്രയാസത്തിലകപ്പെടുത്തുന്നതായേക്കാം. പറയുന്നു, मखरजन ഭയഭക്തി കൈക്കൊള്ളുന്നവർക്കായി അള്ളാഹു സമാധാനത്തിന്റെ എല്ലാ മാർഗങ്ങളും തുറന്നു കൊടുക്കുന്നു. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. अपने बांधते फिरें. तकवा इख्तियार करने से जो मांगोगे मिलेगा. खुदा ताला അതിനാൽ ക്ഷേമത്തിന്റെ അടിസ്ഥാനം തഖ്വയാകുന്നു. തഖ്വ കരസ്ഥമാക്കുന്നതിനായി നിബന്ധന വെക്കുവാൻ പാടുള്ളതല്ല. तो बहरहाल തഖ്വ കരസ്ഥമാക്കിയാൽ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ലഭിക്കുന്നതാണ്. इंसान का चलता അള്ളാഹു ഔദാര്യവാനും കാരുണ്യവാനുമാകുന്നു. തഖ്വ കരസ്ഥമാക്കിയാൽ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നതാണ്. ताला के ഏതായാലും ദൈവഭയം ലക്ഷ്യമായിരിക്കണം. പിന്നീട് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ്, സത്യസന്ധതയും മറ്റു കാര്യങ്ങളുമെല്ലാം. അതിനാൽ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയെയും तस्दीद का हुक्म तो ऐसा है कि इस पर मुआशरे के നിസാരമായി ഗണിക്കരുത്. अमन की बुनियाद है. मुआशरे की ചൊവ്വായ വാക്ക് പറയുക എന്ന കൽപ്പനയിൽ तभी तो സമൂഹത്തിലെ वसल्लम ने സമാധാനത്തിന്റെ അടിത്തറയാണുള്ളത്. जो मर्द और औरत സമൂഹത്തിലെ बंधन का इस्लामी ऐलान है സമുദ്ധാരണത്തിന്റെ അടിത്തറ ഇതിലാണ്. जारी होने का एक सिलसिला है. അതുകൊണ്ടാണ് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഇസ്ലാമിക വിളംബരമായ लेकिन जैसा कि ഭാവി തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനമായ നിക്കാഹ് വേളയിൽ नहीं है ഈ വചനങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ പരിധി വീടുകളിൽ മാത്രം പരിമിതമല്ല. फसाद भी पैदा പ്രത്യുത മുഴുവൻ സമൂഹത്തിലും और सलामती പരന്നുകിടക്കുകയാണ്. അതിലൂടെ സമൂഹത്തിൽ जिस तरह खुदा ताला चाहता है. കലഹങ്ങളും ഉണ്ടാക്കാം, ശാന്തിയും സമാധാനവും ഉണ്ടാക്കാം. अल्लाह ताला फिर അതിനാൽ अगली आयत में फरमाता है कि तुम्हारी അള്ളാഹു ഉദ്ദേശിക്കുന്നതുപോലെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. कौल सदीद की जुज़ियात पर कायम रहने की कोशिश तुम्हें അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, वारिस बनाएगी. തഖ്വയുടെ അതിസൂക്ഷ്മ വശങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പരിശ്രമം, की इस्लाह करे. ചൊവ്വായ വാക്കുകൾ പറയുക എന്ന കൽപ്പനയിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള നിങ്ങളുടെ പരിശ്രമം നിങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ അവകാശികളാക്കുന്നു. नेक അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നേരെയാക്കുന്നതാണ്. जो സത്യസന്ധത കരസ്ഥമാകുമ്പോൾ फिर कौल सदीद की वजह से अल्लाह ताला फरमाता നിങ്ങളിൽ നിന്ന് സൽക്കർമ്മങ്ങൾ വെളിപ്പെടുന്നു. है लघु बातों से भी परहेज करने वाले बन जाओगे. लघु बात से परहेज बजाते खुद फिर नेक अमाल അള്ളാഹു പറയുന്നു, ചൊവ്വായ വാക്കുകൾ പറയുന്ന കാരണത്താൽ വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ്. വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നുള്ള അകൽച്ച സ്വയം നിങ്ങളെ സൽക്കർമ്മങ്ങളിലേക്ക് നയിക്കുന്നു, सल्लल्लाहु अलैहि वसल्लम के തിന്മകളിൽ നിന്ന് അകറ്റുന്നു. के വളരെ പ്രശസ്തമായ ഒരു ഹദീസുണ്ട്, कर लो നാം അധികവും കേൾക്കാറുള്ളതാണ്. फिर कायम रहना. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് പറഞ്ഞു, अगर इस पर अमल करते ഇനി हुए करते रहे എന്നും तो സത്യസന്ധത നിലകൊള്ളുന്നതാണെന്ന് बुराइयां छूट जाएंगी. ഇന്ന് ശപഥം ചെയ്യുക. तो उसने ഒരിക്കലും കളവ് പറയരുത്. अमल करते हुए
ഇത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ अपनी तमाम छोटी ഫലം ലഭിക്കുന്നതാണ്. बुराइयों और गुनाहों से തിന്മകൾ നിങ്ങളിൽ നിന്നും വിട്ടകലുന്നതാണ്. ആ വ്യക്തി जब इंसान അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് बुराइयों और എല്ലാവിധത്തിലുള്ള छुटकारा हासिल ചെറുതും വലുതുമായ തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോക്ഷം കരസ്ഥമാക്കി. खुदा ताला का वादा മനുഷ്യൻ തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചനം കരസ്ഥമാക്കുമ്പോൾ की इस्लाह की तौफीक देता है और यूं वो അള്ളാഹുവിന്റെ വാഗ്ദാനവും जो अमाल सालिह പ്രവൃത്തിയും അവന്റെ കർമ്മങ്ങളെ നേരെയാക്കുന്നതിനുള്ള തൗഫീക്ക് നൽകുന്നു. अब सरदार അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. तकवा पर चलने वाले सच्चाई पर സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. अपने അതിന്റെ പ്രതിഫലമായാണ് गुनाहों से भी ലഭിക്കുന്നത്. अल्लाह ताला की बख्शिश करवा लेते हैं। ഇതിന്റെ പ്രതിഫലമായാണ് ലഭിക്കുന്നത് എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. മറിച്ച് തഖ്വയിലൂടെ ചലിക്കുകയും സത്യസന്ധതയിൽ നിലകൊള്ളുകയും ചെയ്യുന്നവരുടെ മുൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അള്ളാഹു പറയുന്നു, भी बख्श देगा अल्लाह ताला നിങ്ങളുടെ കർമ്മങ്ങൾ നേരെയാവുക മാത്രമല്ല, മറിച്ച് और उसके रसूल യഗ്ഫിർ ലക്കും സുനൂബക്കും, അള്ളാഹു നിങ്ങളുടെ മുൻ പാപങ്ങളും പുറത്തു തരുന്നതാണ്. तौफीक पाते रहे। फितना और फसाद അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും കൽപ്പനകളെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, करते रहे। തഖ്വയിൽ നിലകൊള്ളുകയാണെങ്കിൽ, अल्लाह ने നന്മകൾ ചെയ്യുന്നതിനുള്ള അവസരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കലഹങ്ങളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയാണെങ്കിൽ, हज़रत मसीह വിശ്വാസിക്ക് യഥാർത്ഥ വിശ്വാസിയാക്കുന്നതിനായി അള്ളാഹു നൽകിയിട്ടുള്ള കൽപ്പനകളെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, कुरान करीम के साथ അതിനെ സംബന്ധിച്ച് ഒരിടത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ താക്കീത് ചെയ്തുകൊണ്ട് പറയുന്നു, और हकीकी मोमिन बनने के വിശുദ്ധ ഖുർആനിൽ आइंदा गुनाह भी 700 കൽപ്പനകളെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ യഥാർത്ഥ വിശ്വാസി എന്ന് പറയപ്പെടുന്നതാണ്. आइंदा गुनाह इंसान करता जाए യഥാർത്ഥ വിശ്വാസിയാകുന്നതിന്റെ ഫലമായി ഭാവിയിൽ തെറ്റുകൾ പൊറുക്കപ്പെടുന്നു. नेक अमाल की वजह से മനുഷ്യൻ नफ्स की वजह से ഭാവിയിൽ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും उससे दूरी होती चली जाए। അള്ളാഹു പുറത്തു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നല്ല, इस्तिग़फ़ार മറിച്ച് की वजह से സൽക്കർമ്മങ്ങളുടെ ഫലമായി, ताला से ആത്മസംസ്കരണത്തിന്റെ ഫലമായി തിന്മകളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നതാണ്. बस जब പാപപൂർത്തിക്കായി അർത്ഥിക്കുന്നതിന്റെ ഫലമായി അള്ളാഹുവിൽ നിന്ന് മനുഷ്യന് തിന്മക്കെതിരിൽ ശക്തി ലഭിക്കുന്നു. के गुज़श्ता गुनाहों से बख्शिश ചുരുക്കത്തിൽ യഗ്ഫിർ ലക്കും സുനൂബക്കും എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ അർത്ഥം अमाल सालिया का एक മുൻ തിന്മകളിൽ നിന്നുള്ള പാപപൂർത്തിയും और मुसलसल ഭാവി തിന്മകൾക്കെതിരെയുള്ള ശക്തിയും കരസ്ഥമാകുന്നു എന്നതാകുന്നു. वो अल्लाह ताला की സൽക്കർമ്മങ്ങളുടെ हासिल करने वाला നിലനിൽക്കുന്ന നിരന്തരമായ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതാകുന്നു. ये फौज अजीम है। ये बहुत बड़ी कामयाबी है कि इंसान खुदा ताला की रजा को हासिल करने वाला बन जाए। അള്ളാഹു പറയുന്നു, फौज अजीम के हुसूल മനുഷ്യൻ അള്ളാഹുവിന്റെ തൃപ്തിയെ കരസ്ഥമാക്കുന്നവനായി തീരുക എന്നത് അതിമഹത്തായ വിജയമാകുന്നു. अपनी जिंदगी को अल्लाह और रसूल के മഹത്തായ വിജയത്തിനായി അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പരിപൂർണ അനുധാവനം ताला से അനിവാര്യമാകുന്നു. തങ്ങളുടെ ജീവിതത്തെ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾക്ക് അനുഗുണമാക്കി മാറ്റേണ്ടത് അനിവാര്യമാകുന്നു. അത് പ്രാവർത്തികമാക്കുന്നതിനായി मिलेगी അള്ളാഹുവിനോട് ശക്തി തേടേണ്ടത് അനിവാര്യമാകുന്നു. सरदाद होंगे ഈ ശക്തി ഇസ്തിഗ്ഫാറിലൂടെയാണ് ലഭിക്കുന്നത്. नेक अमाल की तरफ रहनुमाई ഈ ശക്തി ലഭിക്കുമ്പോൾ സൽക്കർമ്മങ്ങളുമുണ്ടാകും. उन हकीकी मोमिनों में शुमार होगा। फिर അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ സൽക്കർമ്മങ്ങളിലേക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. को फैलाने वाले हैं। അങ്ങനെയുള്ളവർ സത്യത്തിൽ നിലകൊള്ളുകയും സത്യത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന जो अल्लाह യഥാർത്ഥ വിശ്വാസികളിൽ तकवा इख्तियार कर ഗണിക്കപ്പെടുന്നതാണ്. मोमिनीन है। बस അള്ളാഹുവിന്റെ तकवा തഖ്വ കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുകയും ചെയ്യുന്നതാണ്. फौज अजीम जो है हासिल करने वाले तो ചുരുക്കത്തിൽ ദൈവഭയം മഹത്തായ വിജയത്തിലേക്ക് നയിക്കുന്നു. अल्लाह ताला फरमाता है മഹത്തായ വിജയം കരസ്ഥമാക്കുന്നവർ ഭയഭക്തിയുള്ളവരാകുന്നു. मकसद बनाओ अगर हकीकी मोमिन बनना है। അള്ളാഹു പറയുന്നു, बस ये चीजें हैं വിശ്വാസികളെ യഥാർത്ഥ വിശ്വാസികളാകണമെങ്കിൽ ജീവിതത്തിലെ ലക്ഷ്യം ഇതാക്കി തീർക്കുക. उनके बाज और ഇവ കരസ്ഥമാക്കുന്നതിനായിട്ടാണ് നാം പരിശ്രമിക്കേണ്ടത്. ഇനി ഞാൻ
ഇനി ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ सच्चाई के इजहार के ചില किस तरह होना चाहिए, कैसे ഉദ്ധരണികൾ കൂടി കേൾപ്പിക്കുന്നതാണ്. उसकी मुख्तलिफ हालतें क्या होती हैं. हज़रत मसीह मौऊद സത്യത്തിന്റെ പ്രകടനം എപ്രകാരമായിരിക്കണം, ഏതവസരങ്ങളിലായിരിക്കണം, विरासत अच्छी चीज है. വ്യത്യസ്ത അവസ്ഥകൾ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ളതാണ്. समझ जाता है ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണം നല്ല കാര്യമാകുന്നു. तो समझ जाता है. ഇത് സത്യമാണെന്ന് മനുഷ്യൻ ഉള്ളാലെ തന്നെ മനസ്സിലാകുന്നു. झूठा इंसान बुज़दिल അതായത് ഉൾക്കാഴ്ചയുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. की जिंदगी नापाकी और പറയുന്നു, गुनाहों से സത്യത്തോടൊപ്പം ഒരു ആർജവവും ധൈര്യവും ഉണ്ടാകുന്നു. കള്ളം പറയുന്നവർ ഭീരുവാകുന്നു. वो जिसकी जिंदगी नापाकी और गंद गुनाहों से मुलव्वस है, वो हमेशा खौफजदा रहता है और मुकाबला नहीं कर सकता. അശുദ്ധിയിലും മാലിന്യത്തിലും പാപങ്ങളിലും മുഴുകി ജീവിക്കുന്നവർ अपनी सदा എപ്പോഴും ഭയചകിതരായിരിക്കും. അവർക്ക് എതിർക്കാൻ സാധിക്കില്ല. ഒരു സത്യസന്ധനായ മനുഷ്യനെ പോലെ ധീരതയോടുകൂടി തന്റെ സത്യസന്ധതയെ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. खुश हसीन തന്റെ പരിശുദ്ധതയുടെ തെളിവ് നൽകാൻ സാധിക്കില്ല. ഭൗതിക കാര്യങ്ങളിൽ തന്നെ ചിന്തിച്ചു നോക്കുക. അല്പമെങ്കിലും സുഭിക്ഷത അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ അസൂയാലുക്കളാകാത്തവരുണ്ടോ? भी इस्लाह का दुश्मन है സുഭിക്ഷിതർ നിശ്ചയമായും അസൂയാലുക്കളായി മാറുന്നു. कि अपना हिसाब किताब അതോടൊപ്പം തന്നെ ഉണ്ടാവുകയും ചെയ്യും. और खुदा ഇതേ അവസ്ഥയാണ് ദീനി കാര്യങ്ങളിലും. ഷെയ്ത്താൻ സമുദ്ധാരണത്തിന്റെ ശത്രുവാകുന്നു. शैतान അതിനാൽ മനുഷ്യൻ തന്റെ കണക്കുകൾ ശരിയാക്കി വെക്കേണ്ടതാണ്. के अंदर सच्चाई है, അള്ളാഹുമായി ബന്ധം മെച്ചപ്പെടുത്തേണ്ടതാണ്. तो फिर कोई फिक्र नहीं. ഷെയ്ത്താൻ കൂടെ തന്നെയുണ്ട്. എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ സത്യസന്ധതയുണ്ടെങ്കിൽ, ना किसी की परवाह कर. അള്ളാഹുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ फरमाया ഭയപ്പെടേണ്ടതില്ല. പറയുന്നു, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയതിനു ശേഷം ആരെയും ഭയക്കേണ്ട, ആരെയും വകവയ്ക്കേണ്ട. गलतियों में पड़े तो तभी പറയുന്നു, സ്വയം ശിക്ഷക്കർഹനാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടകന്നു നിൽക്കുക. कायम रहे, മനുഷ്യൻ नेकियों पर कायम रहे, സ്വയം തെറ്റുകളിൽ പതിക്കുമ്പോഴാണ് ശിക്ഷ ലഭിക്കുന്നത്. बुराइयों से बचने वाला हो, तो फिर അഥവാ മനുഷ്യൻ സത്യത്തിൽ നിലകൊള്ളുകയും നന്മയിൽ നിലനിൽക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമാണെങ്കിൽ, തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നവരുമാണെങ്കിൽ ये गैबी और तौफीक इलाही के सिवा नहीं हो सकता. ഇവ ലഭിക്കുന്നതല്ല. പറയുന്നു, എന്നാൽ ഇവ देगा സ്വയം കരസ്ഥമാകുന്നതല്ല. और फिर उसके ഇവയെല്ലാം അദൃശ്യ സഹായങ്ങളാലും അള്ളാഹുവിന്റെ കൃപയാലുമല്ലാതെ കരസ്ഥമാകുക സാധ്യമല്ല. कुछ बना नहीं सकती. അള്ളാഹുവിന്റെ സഹായമുണ്ടാകുകയും അള്ളാഹു അവസരം നൽകുമ്പോഴുമാണ് ഇത് സംഭവമാവുക. അതിനായി ഇസ്തിഗ്ഫാറും അള്ളാഹുവിലേക്ക് കുനിയലും അനിവാര്യമാകുന്നു. പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹവും കൂടെ ഉണ്ടാകാത്തിടത്തോളം കാലം കേവലം മനുഷ്യപ്രയത്നം ഒന്നും സാധ്യമാക്കുന്നതല്ല. മനുഷ്യൻ പലതും ചെയ്യുന്നു, ഇത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ പറയുന്നു. എന്നാൽ ദീനീ കാര്യങ്ങളിൽ മനുഷ്യപ്രയത്നം കൊണ്ട് മാത്രം ഒന്നും സാധ്യമല്ല. അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടെങ്കിലേ ദീനീ സേവനത്തിന് അവസരം ലഭിക്കുകയുള്ളൂ, അവന്റെ തൃപ്തി കരസ്ഥമാകുകയുള്ളൂ. हाल ना हो. പിന്നീട് പറയുന്നു, ज़ईफ़ा इंसान नातवां है, गलतियों से पुर है, मुश्किलात അള്ളാഹുവിന്റെ കാരുണ്യം കൂടെ ഉണ്ടാകാത്തിടത്തോളം दुआ करनी चाहिए. കേവലം മനുഷ്യപ്രയത്നം ഒന്നും പ്രാപ്യമാക്കുന്നതല്ല. ठीक दे नेकी ഖുലിക്കൽ ഇൻസാൻ ദഈഫ, മനുഷ്യൻ ദുർബലനാണ്, തെറ്റുകളാൽ നിറഞ്ഞവനാണ്, നാല് ഭാഗത്തു നിന്നും പ്രയാസങ്ങളാൽ വലയം ചെയ്യപ്പെട്ടവനാണ്. इंसान का वारिस बन. അതിനാൽ നന്മയ്ക്കുള്ള അവസരം ലഭിക്കുന്നതും बस इस बातों को हमेशा सामने रखना चाहिए. അദൃശ്യ സഹായത്തിന്റെയും കാരുണ്യത്തിന്റെയും അവകാശികളാകുന്നതിന് ദുആ ചെയ്യേണ്ടതാണ്. हर जगह अगर सच्चाई ഇക്കാര്യങ്ങളെ എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. ദീനിലും ദുനിയാവിലും പ്രയാസങ്ങൾ നേരിടുന്നു. എല്ലായിടത്തും സത്യത്തിൽ നിലകൊള്ളുകയാണെങ്കിൽ, ഭയഭക്തിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, സ്വന്തം കർമ്മങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ, ഈ പ്രയാസങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ कि सच का इजहार मुश्किलात ദൂരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. होता है, मुश्किलात में डाल സത്യത്തെ വെളിപ്പെടുന്നത് लेकिन ചിലപ്പോൾ പ്രത്യക്ഷ ബുദ്ധിമുട്ടിൽ അകപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ मुश्किलात भी गायब हो जाती തങ്ങളുടെ ആന്തരികവും ബാഹ്യവും ഒന്നാണെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. है. उससे नहीं होता. പ്രയാസങ്ങൾ അപ്രത്യക്ഷമാകുന്നു. बाज़ दफा ഇത് अपनों से भी ശത്രുക്കളിൽ നിന്ന് മാത്രമല്ല ഉണ്ടാകുന്നത്, മറിച്ച് ചിലപ്പോൾ क्योंकि സ്വന്തക്കാരോടുള്ള സത്യപ്രകടനവും के लोग होते हैं, പ്രയാസത്തിൽ അകപ്പെടുത്തുന്നതാണ്. കാരണം സ്വന്തക്കാരിലും വ്യത്യസ്ത തരത്തിലുള്ളവർ ഉണ്ടാകുന്നു, अपनों से भी ദൈവഭയം കുറഞ്ഞവരുണ്ടാകുന്നു. हो जाता है. അതിനാൽ മനുഷ്യൻ ചില സമയത്ത് സ്വന്തക്കാരാലും പ്രയാസങ്ങളിൽ അകപ്പെടുന്നു. इंतखाबात हो रहे हैं दुनिया में,
मुझे बात ഉദാഹരണമായി ഇന്ന് ലോകത്ത് തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ने എനിക്ക് ചില പരാതികളും ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നയാൾക്ക് വോട്ട് നൽകിയപ്പോൾ ഇന്ന ഭാരവാഹി അയാൾക്ക് എന്തിനാണ് വോട്ട് നൽകിയത് എന്ന് ചോദിച്ചു. अब ये जमाती इंतखाबात तो ऐसे हैं कि हर एक आजाद है, किसी को पूछने का हक नहीं. अगर किसी ने ജമാഅത്തിന്റെ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും സ്വതന്ത്രരാണ്. बेहतर समझते हुए वोट ചോദ്യം ചെയ്യാനുള്ള അധികാരം ആർക്കുമില്ല. अहदेदार का हक नहीं बनता. സത്യത്തിൽ നിലനിന്നുകൊണ്ട് ആരെയാണോ ഉത്തമരായി മനസ്സിലാക്കിയത് അവർക്ക് വോട്ട് ചെയ്താൽ ഇന്നയാൾക്ക് എന്തിന് വോട്ട് നൽകി, ഇന്നയാൾക്ക് എന്തുകൊണ്ട് നൽകിയില്ല എന്ന് ചോദിക്കാൻ ആർക്കും അവകാശമില്ല. तो एक जगह മനുഷ്യന്റെ ഉള്ളിൽ ഈ ന്യൂനതയുണ്ടെങ്കിൽ, ചില തിന്മകളുണ്ടെങ്കിൽ, नहीं करता है, कहीं मेरी गलती ഒരിക്കൽ സത്യത്തെ വെളിപ്പെടുത്തിയതിനു ശേഷം അടുത്ത തവണ അത് വെളിപ്പെടുത്തുന്നതല്ല. लोग इजहार कर देते തന്റെ തെറ്റുകൾ പിടിക്കപ്പെടും എന്ന ഭയത്താൽ, हैं कि ये अहदेदार അല്ലെങ്കിൽ ദൈവഭയത്തിൽ കുറവുണ്ടെങ്കിൽ ഇന്ന ഭാരവാഹിക്ക് ഞങ്ങൾക്കെതിരിൽ മനസ്സിൽ വിദ്വേഷമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നത് പോലെ बस ഇത് തഖ്വയുടെ കുറവാണ്, हमेशा സത്യസന്ധതയുടെ കുറവാണ്. कि अगर हक समझते हुए അതിനാൽ किसी ने अपनी राय का इजहार किया है तो फिर सच्चाई സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് यही है. ആരെങ്കിലും തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ധൈര്യമായിരിക്കുക എന്നതാണ് സത്യസന്ധതയും തഖ്വയും. सामने कि अल्लाह ताला से उसका फजल मांगता रहे. എന്നാൽ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കാരുണ്യം തേടിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. अल्लाह ताला बाज दफा അങ്ങനെ വിദ്വേഷം വെച്ച് പുലർത്തുന്നവർക്കായി അള്ളാഹുവിന്റെ വിധിയും നടപ്പിലാകുന്നു. जो दिल चाहे जिसका करता चला जाए, कहीं ना कहीं किसी पकड़ में इंसान आ जाता है. തോന്നുന്നവർക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ജമാഅത്ത് വ്യവസ്ഥിതി. എവിടെ വെച്ചെങ്കിലും എപ്പോഴെങ്കിലും മനുഷ്യൻ പിടിക്കപ്പെടുന്നു. कि अगरचे आम नजर में ये देखा जाता है പിന്നീട് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, पैगंबर ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹെ അംഗീകരിക്കുന്നവരാണെന്ന് പൊതുവിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും जाहिर नमाजें भी पढ़ते हैं. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാവുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിലും ये है പ്രത്യക്ഷത്തിൽ നമസ്കരിക്കുന്നുണ്ടെങ്കിലും നോമ്പ് നോൽക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആത്മീയത അല്പം പോലുമില്ല. कहता है മറുഭാഗത്ത് പ്രസ്തുത സൽക്കർമ്മങ്ങൾക്കെതിരിലുള്ള പ്രവർത്തനങ്ങൾ बल्कि रस्म അവ സൽക്കർമ്മങ്ങളായിട്ടല്ല ചെയ്തത് എന്നതിന് സാക്ഷ്യം വഹിക്കുന്നു. और रूहानियत മറിച്ച് ചടങ്ങെന്ന നിലയിലും ശീലമെന്ന നിലയിലുമാണ് ചെയ്തതെന്ന് തെളിയിക്കുന്നു. കാരണം അവരിൽ ആത്മാർത്ഥതയും और अनवार ആത്മീയതയും അല്പം പോലുമില്ല. അല്ലെങ്കിൽ ഈ സൽപ്രവർത്തനങ്ങളുടെ അനുഗ്രഹങ്ങൾ എന്തുകൊണ്ട് അവരിൽ ഉണ്ടാകുന്നില്ല? और रूहानियत के साथ ये अमाल സത്യഹൃദയത്തോടു കൂടിയും ആത്മീയതോടു കൂടിയും ഈ കർമ്മങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല എന്നത് വ്യക്തമായി ഓർത്തുകൊള്ളുക. ഈ കർമ്മങ്ങൾ ഒന്നിനും ഉപകരിക്കുന്നതല്ല. സൽക്കർമ്മത്തിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ലാതിരിക്കുമ്പോഴാണ് साले वो है जो സൽക്കർമ്മങ്ങൾ എന്ന് പറയപ്പെടുക. और मुनज़्ज़ह സല എന്നതിന്റെ വിരുദ്ധമാണ് ഫസാദ്. സാലി എന്ന് പറയുന്നത് കുഴപ്പങ്ങളിൽ നിന്ന് പരിശുദ്ധവും പവിത്രവുമായതിനെയാണ്. നിസാര കാര്യങ്ങളിൽ പോലും ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ, ജനങ്ങളെ ഭയപ്പെടുത്താൻ തുടങ്ങിയാൽ അതും കുഴപ്പങ്ങളുടെ, അതായത് ഫസാദിന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. इंसान को हर वक्त अपने मद्देनजर रखना चाहिए, अपना അതിനാൽ रहना चाहिए कि സൽക്കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് എന്ന കാര്യം എപ്പോഴും ശ്രദ്ധയിലുണ്ടാവുകയും और अमाले सालिया ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. होती है जब खुदा ताला चाहता है. അള്ളാഹു ആഗ്രഹിക്കുമ്പോഴാണ് കർമ്മങ്ങൾ നല്ലതായി തീരുക. तकवा की बारीक राहों पर चलने वालों की निशानी रखी है कि हर अमल ഇത് അള്ളാഹു अमल हो മുത്തക്കിങ്ങളുടെ അടയാളമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. जब तक തഖ്വയുടെ അതിസൂക്ഷ്മ മാർഗങ്ങളിലൂടെ ചലിക്കുന്നവർക്കുള്ള ലക്ഷണമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. अल्लाह ताला അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ वाले बनाने के लिए खुदा ताला के फजल സൽക്കർമ്മങ്ങളാകാത്തതുവരെ ഒരു കർമ്മവും സൽക്കർമ്മങ്ങളാവുകയില്ല. इस्तिग़फ़ार करने की जरूरत है. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ സൽക്കർമ്മങ്ങളാക്കുന്നതിനായി फरमाते हैं कि इंसान समझता है അള്ളാഹുവിന്റെ കാരുണ്യത്തെ കരസ്ഥമാക്കേണ്ടതുണ്ട്. അവന്റെ മുമ്പിൽ കുനിയുകയും പാപപൂർത്തിക്കായി അർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. काफी है, मगर याद रखो ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറയുന്നു, വെറും നാവുകൊണ്ട് കലിമ ഉരുവിടുന്നത് മതിയായതാണെന്ന് മനുഷ്യൻ കരുതുന്നു. അല്ലെങ്കിൽ കേവലം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത് മതിയായതാണെന്ന് ധരിക്കുന്നു. എന്നാൽ നാവുകൊണ്ടുള്ള ജൽപ്പനം മതിയാവുന്നതല്ല എന്നോർത്തുകൊള്ളുക. तोता नहीं बनाया. മനുഷ്യൻ നാവുകൊണ്ട് 1000 തവണ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാലും 100 തവണ സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാലും അതിന്റെ യാതൊരു പ്രയോജനം ലഭിക്കില്ല. കാരണം അള്ളാഹു മനുഷ്യനെ മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചത്, തത്തയായിട്ടല്ല സൃഷ്ടിച്ചത്. सोच कर कहे, ഒന്നും മനസ്സിലാകാതെ നാവുകൊണ്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നത് തത്തയുടെ ജോലിയാണ്. लेकिन अगर तो എന്താണോ പറയുന്നത് അത് ചിന്തിച്ചുകൊണ്ട് പറയുകയും
അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യന്റെ ധർമ്മം. जब तक दिल से उसके साथ തത്തയെപ്പോലെ വെറും ജൽപ്പനം മാത്രമാണുള്ളതെങ്കിൽ, के मुवाफिक ഹൃദയം അതിനോടൊപ്പമില്ല എങ്കിൽ, അതിനനുസരിച്ചുള്ള കർമ്മങ്ങളില്ല എങ്കിൽ, വെറും വാക്കുകളിൽ യാതൊരു അനുഗ്രഹവും ഉണ്ടാകുന്നതല്ല എന്നോർത്തുകൊള്ളുക. खा कुरान शरीफ और इस्तिग़फ़ार ही അത് വെറും വാക്കുകളായി ഗണിക്കുന്നതാണ്. അതിൽ യാതൊരു ഗുണമോ അനുഗ്രഹമോ ഉണ്ടാകുന്നതല്ല. बार बार यही അഥവാ വിശുദ്ധ ഖുർആനും ഇസ്തിഗ്ഫാറുമാണ് ഉരുവിടുന്നതെങ്കിൽ പോലും അത് വെറും വാക്കുകളായി ഗണിക്കപ്പെടുന്നതാണ്. അള്ളാഹു കർമ്മങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് ആവർത്തിച്ച് പറയുന്നത്. लेकिन कोई उनसे पूछे അതില്ലാത്തിടത്തോളം അള്ളാഹുവിനെ സമീപിക്കാൻ സാധിക്കില്ല. ഇന്ന് മുഴുവൻ ദിവസവും കൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതി തീർത്തു എന്ന് ചില വിഡ്ഢികൾ പറയാറുണ്ട്. हालांकि എന്നാൽ അതുകൊണ്ട് എന്ത് ഗുണം കിട്ടി എന്നാരെങ്കിലും ചോദിക്കുക. आज़ा इसलिए बनाए हैं വെറും നാവ് കൊണ്ട് മാത്രമാണ് നിങ്ങൾ പ്രവർത്തിച്ചത്. മറ്റ് ശരീരഭാഗങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചു. इसमें आया है ഉപയോഗപ്പെടുത്തുന്നതിനായിട്ടാണ് അള്ളാഹു എല്ലാ ശരീരഭാഗങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. क्योंकि उनकी तलावत मेरा അക്കാരണം കൊണ്ട് തന്നെയാണ് ചിലർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ അവരിൽ ശാപം ചൊരിയുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുള്ളത്. ज़ाहिरी तौर पर കാരണം പാരായണം ചെയ്യുന്നതിൽ വാക്കുകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക, കർമ്മങ്ങൾ ഉണ്ടാകുന്നതല്ല. उस वक्त अपने वादे के मुताबिक ചുരുക്കത്തിൽ करता है जब सच्चाई കർമ്മങ്ങളുടെ സമുദ്ധാരണം കേവലം പ്രത്യക്ഷ അറിവ് കൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല, മറിച്ച് സത്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട്, കേവലം അള്ളാഹുവിന്റെ മാത്രം ഭയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ सामने जैसे പ്രാവർത്തികമാക്കുന്നതിനായി ശ്രമിക്കുമ്പോഴാണ് अपनी जमात में शामिल होने के लिए അള്ളാഹു തന്റെ വാഗ്ദാനമനുസരിച്ച് സമുദ്ധാരണം നടത്തുന്നത്. की जो निशान ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജമാഅത്തിൽ പ്രവേശിക്കുന്നവർക്കുള്ള അടയാളമായി പറഞ്ഞത് किसी इल्म और किसी खास मुकाम के होने का വിശുദ്ധ ഖുർആന്റെ 700 കൽപ്പനകളെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഏതെങ്കിലും സവിശേഷ അറിവിനെക്കുറിച്ചോ സ്ഥാനത്തെക്കുറിച്ചോ അല്ല പരാമർശിച്ചത്. इस तालीम के मुताबिक ढालने की जरूरत है। फिर आप फरमाते हैं कि जो शख्स അതിനാൽ നമ്മിൽ ഓരോരുത്തർക്കും സ്വന്തം കർമ്മങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. चलन नहीं बना സ്വയം തങ്ങളെ ഈ അധ്യാപനങ്ങൾക്ക് അനുഗുണമായി രൂപപ്പെടുത്തേണ്ടതുണ്ട്. ही अल्लाह ताला का मंशा नहीं ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പരിധിക്കനുസൃതമായി തന്റെ ജീവിതം രൂപപ്പെടുത്തിയെടുക്കാത്തവർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പാരായണം ചെയ്യുക എന്നത് മാത്രമല്ല അള്ളാഹുവിന്റെ ഇച്ഛ, അവൻ കർമ്മങ്ങളാണ് ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി നിത്യവും ഇന്ത്യൻ ശിക്ഷാ നിയമം വായിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ ആ നിയമങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ, होगा कि मैं हर മറിച്ച് അപരാധങ്ങൾ ചെയ്യുകയും കൈക്കൂലി വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തി പിടിക്കപ്പെടുമ്പോൾ ഞാൻ നിത്യവും ശിക്ഷാ നിയമങ്ങളെ വായിക്കാറുണ്ട് എന്നുള്ള വാദം സ്വീകരിക്കപ്പെടുമോ? जो कानून जानता है, जो मुल्की कानून को पढ़ता അതോ അറിവുണ്ടായിരുന്നിട്ടും അപരാധം सजा माफ नहीं ചെയ്തു എന്നതിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുമോ? जुर्म कर रहा है तो फरमाया നിയമം അറിയുന്നവർക്ക്, നിത്യവും രാജ്യ നിയമങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിയമം വായിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതല്ല. നിയമം വായിച്ചുകൊണ്ടിരിക്കുകയും അപരാധം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പറയുന്നു അയാൾക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കുന്നതാണ്. गरज അറിവുണ്ടായിട്ടും അപരാധം പ്രവർത്തിച്ചു എന്ന കാരണത്താൽ. അതിനാൽ ഒന്നിനു പകരം 4 വർഷത്തെ ശിക്ഷയാണ് വേണ്ടത്. दुख पहुंचाए तो खुदा ताला മറ്റൊരിടത്ത് പറയുന്നു, अगर वो ऐसा करेगा ചുരുക്കത്തിൽ വെറും വാക്കുകൾ ഉപകരിക്കുന്നതല്ല. अल्लाह ताला അള്ളാഹുവിനെ തൃപ്തനാക്കുന്നതിനായി മനുഷ്യൻ ആദ്യം സ്വയം കഷ്ടത അനുഭവിക്കുക. അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവരുടെ ആയുസ് ദീർഘിപ്പിക്കുന്നതാണ്. അള്ളാഹു വാഗ്ദാനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നവനല്ല. यानी जो चीज അമ്മ മാ യൻഫഉ നാസ ഫയംകുസു ഫിൽ അർളി, में അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായത് सच है, ഭൂമിയിൽ നിലനിൽക്കുന്നു എന്ന അവന്റെ വാഗ്ദാനം തികച്ചും സത്യമാണ്. कोई जाया नहीं करता। यहाँ तक कि कोई घोड़ा बैल या गाय പ്രയോജനകരമായ വസ്തുക്കളെ ആരും നശിപ്പിക്കാറില്ല എന്നതാണ് പൊതുനീതി. कौन है जो उसको ज़िबा कर डाले, लेकिन കുതിരയോ പശുവോ കാളയോ ആടോ പോലും ഉപകരിക്കുന്നതാണെങ്കിൽ, काम नहीं आ सकता, അതിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നുണ്ടെങ്കിൽ ആരാണ് അതിനെ അറുക്കുക? ज़िबा ही है। എന്നാൽ അവ പ്രയോജനകാരിയല്ലാതാകുമ്പോൾ, गौर कर ഒന്നിനും ഉപകരിക്കാതാകുമ്പോൾ फिक्रात हैं। അതിന്റെ അവസാന മാർഗം അറുക്കുക എന്നതാണ്. ये समझ लेते हैं कि अगर और नहीं फरमाया कि വളരെയധികം ഗഹനമായി ചിന്തിക്കേണ്ട വാക്കുകളാണിത്. जो ज़िबा करने वाला समझ लेता है, मालिक समझ लेता है, മറ്റൊന്നിനും പ്രയോജനപ്പെടാതെ रुपए की खाली भी അതിനെ അറുക്കപ്പെടുമ്പോൾ काम आ जाएगा। ഉടമസ്ഥർ ചിന്തിക്കുന്നത് ഒന്നുമില്ലെങ്കിലും തൊലിക്കല്ലെങ്കിലും എന്തെങ്കിലും കിട്ടുമല്ലോ എന്നാണ്. और उसके वजूद से कोई फायदा दूसरे लोगों को नहीं होता, तो फिर अल्लाह ताला उसकी परवाह അതിന്റെ ഇറച്ചിയും ഉപയോഗിക്കാം. बल्कि खास काम जहाँ അതേപോലെ മനുഷ്യൻ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഒന്നിനും ഉപകരിക്കാതാകുമ്പോൾ हर एक को, हर अहमदी को അവന്റെ വ്യക്തിത്വത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് യാതൊരു ഗുണവും ലഭിക്കാതാകുമ്പോൾ അള്ളാഹു അവനെ വിലമതിക്കുന്നതല്ല, അവനെ നശിപ്പിക്കുന്നു. और फायदा അതിനാൽ ഓരോരുത്തരും, हर एक ഓരോ അഹമ്മദിയും
ഓരോ ഭാരവാഹികളും ചിന്തിക്കേണ്ടത് എങ്ങനെ എനിക്ക് കൂടുതലായി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുമെന്നതാണ്. को फायदा पहुंचाने की सोच ഉപകാരം ചെയ്യുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യമായിരിക്കേണ്ടത്. ഈ ബഹുമതിയും ഈ പദവിയും ഈ സേവനവും ഫലപ്രദമാകുന്നത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണമെന്ന ചിന്ത ഉണ്ടാകുമ്പോഴാണ്, സതുദ്ദേശം ഉണ്ടാകുമ്പോഴാണ്, याद रखो സ്വന്തം കർമ്മങ്ങളുടെ സമുദ്ധാരണത്തിലേക്ക് ശ്രദ്ധയുണ്ടാകുമ്പോഴാണ്, असर नहीं रखती। जब സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാകുമ്പോഴാണ്, തഖ്വയിൽ ചരിക്കുന്നവരാകുമ്പോഴാണ്. പറയുന്നു, അനുഗുണമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കുകയും കൈയും കാലും മറ്റ് ശരീരഭാഗങ്ങളും കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ലയോ, വെറും വാചാ ലാപനവും ജൽപ്പനവും യാതൊരു തരത്തിലും ഉപകാരിയാകുന്നതല്ല. വിശുദ്ധ ഖുർആൻ നൽകിക്കൊണ്ട് അള്ളാഹു സഹാബാക്കളിൽ നിന്നും സേവനം സ്വീകരിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു എന്നത് മാത്രം മതിയായതാണെന്ന് അവർ കരുതിയോ, അതോ അത് പ്രാവർത്തികമാക്കേണ്ടത് അനിവാര്യമാണെന്ന് കരുതിയോ? बस ये അവർ അനുസരണയും കൂറും പ്രകടിപ്പിച്ചുകൊണ്ട് ആടുമാടുകളെ പോലെ അറുക്കപ്പെട്ടു. പിന്നീട് അവർ കരസ്ഥമാക്കിയതും അള്ളാഹു അവർക്ക് നൽകിയ ബഹുമതികളും ഗോപ്യമല്ല. करना चाहते ഇതാണ് അള്ളാഹു നൽകുന്ന ബഹുമതിയുടെ മൂല്യം. അതാണ് നാം അന്വേഷിക്കേണ്ടത്. कोई അദ്ദേഹം പറയുന്നു, चीजों और അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു കാണിക്കുക. അല്ലെങ്കിൽ പാഴ്വസ്തുക്കളെ പോലെ നിങ്ങൾ വലിച്ചെറിയപ്പെടുന്നതാണ്. ആരും തന്നെ വീട്ടിലെ നല്ല വസ്തുക്കളെയും സ്വർണത്തെയും വെള്ളിയെയും വലിച്ചെറിയുകയില്ല. മറിച്ച് അവയെയും എല്ലാ ഉപകാരപ്രദവും വിലയേറിയുമായ വസ്തുക്കളെ സൂക്ഷിച്ച് സംരക്ഷിച്ചു വെക്കുന്നു. എന്നാൽ വീട്ടിൽ ഒരു എലി ചത്തുകിടക്കുന്നതായി കാണപ്പെട്ടാൽ ആദ്യം തന്നെ അതിനെ പുറത്തേക്കെറിയുന്നു. അതുപോലെ അള്ളാഹു തന്റെ സൽദാസരെ എപ്പോഴും സ്നേഹിക്കുന്നു, അവരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു, അവരുടെ വ്യാപാരങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്നു. അവൻ അവരെ നശിപ്പിക്കുന്നതല്ല, നിന്ദ്യമായ മരണം നൽകുന്നതുമല്ല. എന്നാൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ അപമാനിക്കുന്നവരെ അവൻ നശിപ്പിക്കുന്നു. नेक बन जाओ ता खुदा ताला के नजदीक काबिल कदर ठहरो। അള്ളാഹു നിങ്ങളെ വിലമതിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി സദ്വൃത്തരാകേണ്ടത് അനിവാര്യമാകുന്നു. गैरों के दरमियान അപ്പോഴാണ് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ വിലമതിക്കപ്പെട്ടവരാകുകയുള്ളൂ. यही राज इंसान അള്ളാഹുവിനെ ഭയക്കുകയും അവന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവരിലും അന്യരിലും അവൻ ഒരു വ്യതിരിക്തത സ്ഥാപിക്കുന്നു. कदर होता है क्योंकि उससे മനുഷ്യന് അനുഗ്രഹം കരസ്ഥമാക്കുന്നതിനുള്ള മാർഗമാണിത്. हमसायों തിന്മകളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള झूठे मुकदमात नहीं बनाता, झूठी गवाहियां नहीं देता। അങ്ങനെയുള്ളവർ എവിടെയാണെങ്കിലും ആദരവിന് അർഹരാണ്. കാരണം അവനിൽ നിന്ന് നന്മ ലഭിക്കുന്നു. അവർ ബന്ധുക്കളോട് നല്ലപോലെ പെരുമാറുന്നു, മനുഷ്യത്വത്തിൽ കരുണ കാണിക്കുന്നു, അക്രമം ചെയ്യുന്നില്ല, വ്യാജ കേസുകൾ ഉണ്ടാക്കുന്നില്ല, കള്ളസാക്ഷ്യം പറയുന്നില്ല, മറിച്ച് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു, അള്ളാഹുവിലേക്ക് മുഴുകുന്നു, അള്ളാഹുവിന്റെ വലി എന്ന് പറയപ്പെടുന്നു. कामिल इताअत അള്ളാഹു നമ്മെ തഖ്വയിൽ നിലനിന്നുകൊണ്ട് സത്യത്തെ മുറുകെ പിടിക്കുന്നവരാക്കി മാറാകട്ടെ. फरमाए। അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളിൽ പരിപൂർണ അനുസരണം പുലർത്തുന്നവരായി നാം മാറട്ടെ. ताला के यहाँ मकबूल हूँ, അള്ളാഹു നമ്മുടെ പാപങ്ങളെ മറച്ചുവെക്കട്ടെ. करने वाले हूँ। അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരം എപ്പോഴും നമുക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കരസ്ഥമാക്കുന്നവരായി നാം മാറട്ടെ. हम हकीकत में അള്ളാഹു ഏത് ലക്ഷ്യത്തിനായിട്ടാണോ ഈ കാലഘട്ടത്തിൽ മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചത്, യഥാർത്ഥമായ നിലയിൽ ആ ലക്ഷ്യത്തെ और अल्लाह കരസ്ഥമാക്കുന്നവരും हमेशा हम पर रहे। അതിന്റെ സഹായികളായും നാം മാറട്ടെ. खबर है അള്ളാഹുവിന്റെ സ്നേഹ കടാക്ഷം എപ്പോഴും നമ്മിലുണ്ടാകട്ടെ. भाई को शहीद कर दिया गया है। ഇന്നും വേദനാജനകമായ ഒരു വാർത്തയുണ്ട്. പാകിസ്ഥാനിലെ ലാഹോറിൽ നമ്മുടെ ഒരു അഹമ്മദി സഹോദരനെ ഷഹീദാക്കിയിരിക്കുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. इन शहीद भाई का नाम मुकरम जवाद അതിന്റെ ചെറു വിവരണം ഞാൻ കേൾപ്പിക്കുകയാണ്. है, जो मुकरम തുടർന്ന് ജനാസ ഗായിബും मरहूम के നമസ്കരിപ്പിക്കുന്നതാണ്. बेटे थे। ഷഹീദ് സഹോദരന്റെ പേര് लाहौर में ജാവേദ് കരീം സാഹിബ് എന്നാകുന്നു. അദ്ദേഹം കരീം ദഹ്ലവി സാഹിബ് മർഹൂമിന്റെ പുത്രനായിരുന്നു. ലാഹോറിലെ ഗ്രീൻ ടൌണിലായിരുന്നു താമസം. मुकरम ജൂൺ 17 जवाद करीम साहिब बन मुकरम करीम 4 അജ്ഞാത വ്യക്തികൾ के घर ग्रीन टाउन में अंदर ഗ്രീൻ ടൌണിലുള്ള फायरिंग करके इनको शहीद कर ജവാദ് കരീം സാഹിബിന്റെ दिया। राजे വസതിയിൽ കടന്ന് വെടിയുതിർത്തുകൊണ്ട് के मुताबिक ये ग्रीन टाउन में അദ്ദേഹത്തെ ഷഹീദാക്കുകയാണ് ചെയ്തത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. की मंजिल में रिहाइश पजीर थे। വിശദ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ इनके बड़े भाई इम्तियाज ഗ്രീൻ ടൌണിലുള്ള വസതിയുടെ മുകളിലത്തെ നിലയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. रात तकरीबन कहते हैं 7:45 बजे താഴത്തെ നിലയിൽ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ഇംതിയാസ് അദ്നാൻ സാഹിബും മാതാവുമാണ് താമസിച്ചിരുന്നത്. खड़े रहे और दो अंदर गिरा। പറയുന്നു, രാത്രി ഏകദേശം 7:45 4 അജ്ഞാത വ്യക്തികൾ വീട്ടിൽ വന്നു. राज वालों के साथ इनकी मुठभेड़ 2 പേർ പുറത്തു നിൽക്കുകയും 2 പേർ അകത്തേക്ക് കടക്കുകയും ചെയ്തു. ने उन पर फायर किया, അവിടെ ചെന്ന് दिल पर
ജവാദ് കരീം സാഹിബിനെ പുറത്തേക്ക് വിളിച്ചെന്ന് തോന്നുന്നു. എന്തായാലും അവരുമായി വഴക്കുണ്ടായി. അതിനിടയിൽ ഒരു അക്രമി വെടിയുതിർത്തു. വെടിയുണ്ട ഹൃദയത്തിൽ പതിക്കുകയും പുറത്തു കടക്കുകയും ചെയ്തു. ബഹളം കേട്ട് താഴത്തെ നിലയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ പുറത്തു വന്നു. അപ്പോൾ അക്രമികൾ ആകാശത്തേക്ക് വെടിയുതിർക്കുകയും ഇനി നിന്റെ ഊഴമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോവുകയും ചെയ്തു. ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മാർഗമധ്യേ തന്നെ ഷഹാദത്തിന്റെ പദവി കരസ്ഥമാക്കിയിരുന്നു. उनके पढ़नाना हज़रत हकीम मोहम्मद हुसैन साहब आफबलगढ़ दिल्ली भारत की बैत से हुआ था। ഷഹീദ് മർഹൂമിന്റെ കുടുംബത്തിൽ तो इस्लाम के हाथ അദ്ദേഹത്തിന്റെ മാതാമഹൻ ഹദ്രത്ത് ഹക്കീം മുഹമ്മദ് ഹുസൈൻ സാഹിബിലൂടെയാണ് അഹമ്മദിയത്ത് എത്തിയത്. അദ്ദേഹം ഡൽഹി വാസിയായിരുന്നു. അദ്ദേഹം ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തിരുന്നു. लेकिन दस्ती बैत കുടുംബത്തിലെ ആദ്യ അഹമ്മദിയുമായിരുന്നു അദ്ദേഹം. उनके सहाबी थे। അദ്ദേഹത്തിന്റെ പ്രപിതാമഹൻ ഇജാസ് ഹുസൈൻ സാഹിബ് മർഹൂം കത്തിലൂടെ ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ബയ്യത്ത് ചെയ്തിരുന്നു. നേരിട്ട് കയ്യിൽ ബയ്യത്ത് ചെയ്തിനുള്ള തൗഫീക്ക് ലഭിച്ചിട്ടില്ല. उनकी उम्र 33 साल थी। അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രമാതാമഹൻ സഹാബിയായിരുന്നു. अपना कारोबार करते हैं। അദ്ദേഹത്തിന്റെ ये डॉक्टर हैं, उनका अपना क्लिनिक है। പിതാമഹൻ क्लिनिक ബാബ നദീർ അഹമ്മദ് സാഹിബ് നീണ്ടകാലം അമീർ ജമാഅത്തായിരുന്നു ഡൽഹിയിലെ. ഷഹീദ് മർഹൂമിന്റെ പ്രായം 33 വയസ്സായിരുന്നു. വസിയത്തിന് അനുഗ്രഹീത പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടറാണ്. സ്വന്തം ക്ലിനിക്കുണ്ട്. खुलूस इंसान थे। ക്ലിനിക്കിന്റെ നടത്തിപ്പും ഷഹീദ് മർഹൂമിന്റെ ചുമലിലായിരുന്നു. അങ്ങേയറ്റം മൃദുല സ്വഭാവത്തിനുടമയായിരുന്നു. ചെറിയവരെയും മുതിർന്നവരെയും ആദരിച്ചിരുന്നു. हर लंबे अरसे तक ആത്മാർത്ഥ വ്യക്തിയായിരുന്നു. എല്ലാവരോടും സഹകരിച്ചിരുന്നു. എല്ലാവരുടെയും വേദനയിലും ദുഃഖത്തിലും പങ്കാളിയാകുമായിരുന്നു. ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് ദീർഘകാലം നമസ്കാര സെന്റർ ആയിരുന്നു. मुकामी तौर पर ചെറുപ്രായം മുതൽ ഹൽക്കയുടെ സയീമായിരുന്നു. ഖുദ്ദാം അഹമ്മദിയുടെ ഊർജ്ജസ്വലനായ പ്രവർത്തകനുമായിരുന്നു. कि जवाद करीम ने अपने ख्वाब मुझे सुनाया था कि चंद लोग मुझे मार रहे हैं और बड़ा भाई पास खड़ा है। ഷഹാദത്തിന്റെ ദിവസം മാതാവ് പറയുകയുണ്ടായി, ജവാദ് കരീം എന്നെ ഒരു സ്വപ്നം കേൾപ്പിച്ചിരുന്നു. കുറച്ചുപേർ എന്നെ ആക്രമിക്കുകയാണ്. മൂത്ത സഹോദരൻ അടുത്തുണ്ടെങ്കിലും എന്നെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. സംഭവിച്ചതും അങ്ങനെ തന്നെയാണ്. വെടിവെപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോൾ മൂത്ത സഹോദരൻ പുറത്തേക്ക് വന്നെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. बहुत खुले दिल അങ്ങനെ ഒരു തരത്തിൽ ആ സ്വപ്നം പൂർത്തിയാവുകയും ചെയ്തു. थे। अपने भाई को ചന്ദയുടെ കാര്യത്തിലും कबल कहा कि വിശാല ഹൃദയനായിരുന്നു. अगर मैं फौत हो जाऊं മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുമായിരുന്നു. तो कयादार नहीं हूं। मैंने सब साहब आज തന്റെ സഹോദരനോട് ഷഹാദത്തിന് ഒരു ദിവസം മുമ്പ് പറഞ്ഞു, सदर साहब हल्का कहते हैं कि हमारे ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ കണക്കുകളെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുള്ളത് ഓർക്കണം. ഞാൻ എന്റെ എല്ലാ കണക്കുകളും ഇന്ന് പൂർത്തിയാക്കി. और ना सिर्फ उनको ഹൽക്കയുടെ സദർ സാഹ് പറയുന്നു, ഞങ്ങളുടെ ഹൽക്കയിലുള്ള ഒരു വ്യക്തി ചന്ദയുടെ കാര്യത്തിൽ അല്പം അശ്രദ്ധനായിരുന്നു. ഷഹീദ് മർഹൂം നിരന്തരമായി അദ്ദേഹവുമായി ബന്ധപ്പെടുകയും ചന്ദയുടെ കാര്യത്തിൽ ആവേശം നിറക്കുക മാത്രമല്ല, शहीद मरहूम की अहलिया വസിയത്ത് പദ്ധതിയിൽ അംഗമാക്കുകയും ചെയ്തു. मोहतरमा और 3 छोटे बच्चे ഷഹീദ് മർഹൂമിന് जिनकी उम्रें हैं, बेटी है हिब्बतुल जवाद 6 साल की और तला जवाद 3 साल और सफवान जवाद 4 माह। ഭാര്യയും 3 ചെറിയ കുട്ടികളുമാണുള്ളത്. एक भाई हैं മകളായ ഹിബത്തുൽ वालदा ജവാദിന് 6 വയസ്സും തലഹ ജവാദിന് 3 വയസ്സും സഫ്വാൻ ജവാദിന് 4 മാസവുമാണ് പ്രായം. അദ്ദേഹത്തിന് ഒരു സഹോദരനാണുള്ളത്. അദ്ദേഹത്തിന്റെ മാതാവ് उनकी भी वफात हो गई। അദ്ദേഹത്തിന് സഹാദ് സമയത്ത് ജീവിച്ചിരുന്നു. എന്നാൽ കബറടക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ജനാദ റബോയിലേക്ക് കൊണ്ടുപോയപ്പോൾ പിന്നിൽ മാതാവിന് ഹൃദയാഘാതം സംഭവിക്കുകയും അവർ മരിക്കുകയും ചെയ്തു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റസിയ കരീം ദഹ്ലവി സാഹിബ और अचानक ഹക്കീം മുഹമ്മദ് അഹമ്മദ് ദഹ്ലവി സാഹിബിന്റെ മകളായിരുന്നു. बेटे की शहादत के कुछ देर बाद जब रबा जनाजा पे गए പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിക്കുകയും മകന്റെ ഷഹാദത്തിന് അല്പനേര ശേഷം ഹൃദയാഘാതത്താൽ വഫാത്താവുകയും ചെയ്തു. ये रजिया करीम साहिब दिल्ली के वालदैन दिल्ली से हिजरत करके पाकिस्तान आए थे। पहले खानेवाल में रहे। റസിയ കരീം സാഹിബയുടെ മാതാപിതാക്കൾ ഡൽഹിയിൽ നിന്നും പലായനം ചെയ്ത് പാകിസ്ഥാനിൽ വന്നതായിരുന്നു. जमाती काम ആദ്യം ഖാനേബാദിലായിരുന്നു. പിന്നീട് ലാഹോറിലെത്തി. स्कूल में हेडमिस्ट्रेस थी, रिटायर्ड थी। 1947 में इनकी पैदाइश हुई थी। ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലായിരുന്നു. अपने हल्के की സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. വിരമിച്ചിരുന്നു. 1947 ജനിച്ചത്. आगे लाने में इनका बहुत हाथ था।
സ്വന്തം ഹൽക്കയിലെ സെക്രട്ടറി ഇസ്ലാം ഇർഷാദുമായിരുന്നു അവർ. കുട്ടികളെ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നതിൽ അവർക്ക് മുഖ്യ പങ്കുണ്ടായിരുന്നു. അള്ളാഹു അവരുടെയും പദവികൾ ഉയർത്തുമാറാകട്ടെ. इनकी वालदा की जो औलाद है, ഷഹീദ് മർഹൂമിന്റെയും മാതാവിന്റെയും एक बेटा സന്താനങ്ങളെ शहीद के बच्चे, अल्लाह ताला इनका हामी और नासिर हो और जमात से इनका पुख्ता ताल्लुक कायम करे. മാതാവിന് ഇനി ഒരു മകൻ മാത്രമാണുള്ളത്. मैंने तज़ीद അള്ളാഹു അവരെ സംരക്ഷിക്കുമാറാകട്ടെ. ജമാഅത്തുമായി അവരുടെ ബന്ധത്തെ സുദൃഢമാക്കട്ടെ. जो भाई एक हैं दूसरे शहीद मरहूम के, ഞാൻ അനുശോചന സന്ദേശം അയച്ചപ്പോൾ जमात के ഷഹീദ് മർഹൂമിന്റെ സഹോദരൻ പറഞ്ഞത്, अल्लाह ताला हमारे में कोई किसी किस्म का भी बुज़दिली पैदा इंशाल्लाह नहीं होगी. अल्लाह ജമാഅത്തിനു വേണ്ടി हिफाजत भी रखे. ജീവത്യാഗത്തിന് ഞങ്ങൾ എപ്പോഴും സന്നദ്ധരാണ്. जहाँ जरूरत യാതൊരു തരത്തിലുള്ള ഭീരുത്വവും ഉടലെടുക്കുന്നതല്ല. അള്ളാഹു അവരെ സംരക്ഷിക്കട്ടെ. के हसार में भी इन सबको रखे. ധൈര്യം നൽകിയതോടൊപ്പം തന്നെ जैसे कि मैंने തന്റെ അനുഗ്രഹത്താൽ नमाज के बाद इंशाल्लाह സുരക്ഷയുടെ കോട്ടയിലും എല്ലാവരെയും നിർത്തുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ജുമാ നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.